പശ്ചിമേഷ്യയിൽ മാസങ്ങളായി നിലനിന്നിരുന്ന യുദ്ധഭീതിക്കും കടുത്ത അനിശ്ചിതത്വങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ട് ലോകം കാത്തിരുന്ന ആ ചരിത്ര പ്രഖ്യാപനം വന്നതോടെ ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കിയിരിക്കുകയാണ് അമേരിക്ക. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപൂനന്ദിലെ ജിമാർട്ടിനൊപ്പം. ഇതിന് പിന്നാലെ ലോകത്തിന്റെ സാമ്പത്തിക ഞരമ്പായ ഹോർമൂസ് തുറന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസ്കിയുമാണ് ഒരു ഔദ്യോഗികമായ ഒരു സമാധാന ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഇതോടെ പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങൾക്ക് അടിയന്തരമായി അറുതി വരുത്തുകയാണ്. അറേബ്യൻ ഉൾക്കടലിലെയും ഒമാൻ ഉൾക്കടലിലെയും ഇറാനിയൻ തീരത്തേക്കോ അവിടെ നിന്നുമുള്ള കപ്പലുകളുടെ സഞ്ചാരത്തെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തില്ല എന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാനുമായുള്ള കരാറിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി US നാവികസേനയുടെ കപ്പലുകൾ പ്രദേശത്ത് തുടരുമെന്നും സെൻകോ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങൾ നീങ്ങിയതോടെ ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതി പുനരാരംഭിച്ചു. ആഗോള വിപണിയിലേക്ക് ഇറാന്റെ എണ്ണ കൂടി എത്തുന്നതോടെ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇടിവുണ്ടാകും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ധന ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസമാണ് നൽകുന്നത്. ഹോർമോസ് ഇടുക്ക് പൂർണ്ണമായും തുറന്നതോടെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതവും സുരക്ഷിതമായിരിക്കുകയാണ്. ഈ സമാധാന വാർത്ത പുറത്തു വന്നതോടെ ലോകമെമ്പാടുമുള്ള ഓഹരി വിപണിയിൽ വലിയ നേട്ടത്തോടെയാണ് വ്യാപാരം നടക്കുന്നത്. യുദ്ധഭീതി ഒഴിഞ്ഞത് ആഗോള ബിസിനസ് മേഖലയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡിൽ വെച്ച് വരും ദിവസങ്ങളിൽ നടക്കുന്ന കൂടുതൽ ചർച്ചകളിലൂടെ ഈ താത്കാലിക കരാർ ഒരു ശാശ്വത സമാധാന ഉടമ്പടിയായി മാറുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങളായുള്ള ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ അഴിഞ്ഞ് ഇറാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗമാകുമ്പോൾ അത് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകമെമ്പാടും സമാധാനത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെയും പുതിയൊരു പുലരിയാണ് സമ്മാനിക്കുന്നത്. അതേസമയം കരാറിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം പ്രവർത്തിക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ ഇറാൻ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി പറഞ്ഞതായി ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറിൽ മുസ്തഫ ഖമേനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉണ്ടായിരുന്നതെന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇറാൻ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസ്കിയാൻ ഉറപ്പു നൽകുന്നുണ്ട്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കരാറിന് അനുമതി നൽകിയതെന്നും മുസ്തഫ ഖമേനി പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നതിനായി അമേരിക്കയും ഇറാനും ഇന്നലെ സമാധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നുവെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോയുടെ സാന്നിധ്യത്തിൽ വെർസായ് കൊട്ടാരത്തിൽ നടന്ന അത്താഴവിരുന്നിനിടെയാണ് ട്രംപ് കരാറിൽ ഒപ്പുവെച്ചത്. അന്തിമ കരാറിൽ ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ ഒപ്പുവെച്ചതായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ഖവായി പറയുകയും ചെയ്തു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇറാൻ കരാർ ലംഘിച്ചാൽ ശക്തമായ ബോംബാക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കൂടാതെ ട്രംപ് ഇന്ത്യയെ പുകഴ്ത്താനും മടിച്ചിട്ടില്ല. ഇന്ത്യയാണ് ഈ യുദ്ധത്തിനൊരു മീഡിയേറ്ററായി നിന്നതെന്നും ഈ യുദ്ധത്തെ ഒരു സമാപിക്കുന്ന അല്ലെങ്കിൽ ഈ യുദ്ധത്തെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമുണ്ടായെന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് ഭാരതത്തെ നമുക്ക് കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണെന്ന് ട്രംപ് പറയുകയും ചെയ്തിരിക്കുകയാണ്.